ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പം ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ എന്താണ് വൈകുന്നേരം പറഞ്ഞത്, അത് ഇന്ന് അത് മാർക്കറ്റിൽ എങ്ങനെ സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞതും ഇന്നത്തെ മാർക്കറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുശേഷം നാളത്തെ കാര്യം നോക്കാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാർക്കറ്റിൽ ആരും 100% പെർഫെക്റ്റ് അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. എല്ലാവരും നമ്മൾ ഈ പറയുന്നതെല്ലാം പ്രോബബിലിറ്റികളാണ്. ഓക്കെ, സാധ്യതകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം സാധ്യതകൾ വെച്ച് നമ്മളൊരു ലെവൽ പറയുമ്പോൾ അത് ചിലപ്പോൾ ശരിയായിട്ട് പോകാം, ചിലപ്പോൾ തെറ്റായിട്ട് പോകാം. മനുഷ്യ സഹജമാണ് തെറ്റെന്ന് പറഞ്ഞ ഒരു സംഭവം. അപ്പം നമ്മൾ സാധ്യതകളെ പറ്റി സംസാരിക്കുന്നു. നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് ചാർട്ടുകൾ അനലൈസ് ചെയ്ത് ക്യാൻഡിൽ സ്റ്റിക്സുകൾ നോക്കി, പിന്നെ അതിനകത്തിലെ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളൊക്കെ, ഇൻഡെക്സിലെ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ലെവലുകൾ പറയുന്നത്. അത് മാക്സിമം നമ്മുടെ എഫേർട്ട് ഉപയോഗിച്ച് നമ്മളത് ചെയ്യുന്നു. പിന്നെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? കാരണം മാർക്കറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ദൈവം തമ്പുരാനും മാർക്കറ്റിനും മാത്രമേ അറിയത്തുള്ളൂ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ. മാർക്കറ്റിനെ ആർക്കെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ എല്ലാവരും രക്ഷപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വിടും. നമ്മൾ കം ടു ദ സബ്ജക്റ്റ്. അപ്പം നമ്മൾ ഇന്നലെ എന്താണ് സംസാരിച്ചത്? ഇന്നലെ സംസാരിച്ചത് മാർക്കറ്റ് ഇതിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണ്, നമുക്കൊരു ട്രേഡ് ഇല്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ഇതിന് മുകളിൽ 5 മിനിറ്റ് നമ്മുടെ ക്രൈറ്റീരിയ എപ്പോഴും മറന്നു പോകരുത്. എപ്പോഴും നമ്മൾ ലെവലുകൾ പറയുമ്പം ആ പറയുന്ന ലെവലുകൾക്ക് മുകളിൽ ഒരു 5 മിനിറ്റിന്റെ ഫുൾ ബോഡി ക്യാൻഡിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 75% എങ്കിലും ആ ക്യാൻഡിലിന് ബോഡി ഉണ്ടായിരിക്കണം. എന്തെങ്കിലും മാത്രമേ നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതാണ് ഞാൻ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജി. ഓക്കെ, അതിന് മേലോട്ടും അങ്ങനെ ഒരു ക്രൈറ്റീരിയ വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, ലെവലുകൾക്ക് മുകളിൽ അല്ലെങ്കിൽ ലെവലുകൾക്ക് താഴെ. അപ്പം നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞത്? ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ്സിന്റെ ഫുൾ ബോഡി ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു സി എടുക്കാം. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പി എടുക്കാം. അത് പ്രൈസ് ആക്ഷന്റെ ഭാഗമായിട്ട് ആ മാർക്കറ്റ് ടൈമിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ, നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ റീപ്ലൈ ചെയ്യുകയാണേ. മാർക്കറ്റ് ഓപ്പൺ ആയി. നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ വീണു, തേർഡ് ക്യാൻഡിൽ, അവിടെ ആ നമ്മൾ വരച്ച ലൈനിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന കാര്യം നമുക്ക് മനസ്സിലായി. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. നോക്കിക്കേ, ഈ ക്യാൻഡിൽ, ഈ വീണ രണ്ട് ക്യാൻഡിലും ആദ്യം വീണു, മേളിൽ പോയിട്ട് തിരിച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്തു. പിന്നെ അടുത്ത റെഡ് ക്യാൻഡിൽ വീണു, പിന്നെ വേറൊരു ക്യാൻഡിൽ വീണു. അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തില്ല, ഒരു ശകലം ബോഡി മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത ക്യാൻഡിലും വീണത് ഏകദേശം ഒരു 50% ബോഡി മാത്രമേ ഉള്ളൂ നമുക്ക്, അല്ലേ? 50% ബോഡി മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മളൊരു ഫുൾ ബോഡി ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 75% ഉള്ള ഒരു ക്യാൻഡിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിവേ, ഈ ക്യാൻഡിൽ ആരെങ്കിലും ട്രേഡ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്കറിയാം അത് റെഡ് ക്യാൻഡിൽ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇതിന്റെ മുകളിലാണ് അടുത്ത ക്യാൻഡിൽ വീഴുന്നത്, എന്നെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അപ്പം നമുക്ക് ഒരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടണം, എന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം എന്താ സംഭവിച്ചത്? ഇവിടെ റെഡ് ക്യാൻഡിൽ. അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ വീണപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് റിവേഴ്സൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ക്രൈറ്റീരിയ ഇപ്പോഴും ഫുൾഫിൽ ആയിട്ടില്ല. ഓക്കെ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഇത് ഇങ്ങനെ ഈ ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ വീണപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പി എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരോട് പിന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഞാൻ ഈ പാലാഴിയുടെ ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം പാലാഴിയുടെ ഗ്രൂപ്പിനെ പറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ എന്താ? ഇത് നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയിട്ടില്ല. കാരണം ഇത് പകുതി അപ്പുറം പകുതി ഇപ്പുറം നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത 5 മിനിറ്റ്സ് ക്യാൻഡിൽ വീണു. അപ്പൊ നമുക്ക് എന്തുവാ? ഇപ്പൊ നമുക്ക് അടുത്ത 5 മിനിറ്റ്സ് ക്യാൻഡിൽ വീണപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ക്ലിയർ ആയി, നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയി. ഓക്കെ, ഇനി നമുക്ക് നോക്കി. അപ്പൊ ഇവിടുന്ന് ഒരു പി എടുത്തു. നമുക്ക് നോക്കാം എങ്ങോട്ട് പോകുന്നു മാർക്കറ്റ്. കണ്ടോ? മാർക്കറ്റ് നല്ലൊരു റെഡ് ക്യാൻഡിൽ തന്ന് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടി.
ഇവിടെ ഇറങ്ങേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം, ഇവിടെ ഇറങ്ങേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. ഇതായിരുന്നു ലാസ്റ്റ്. ഈ ക്യാൻഡില് ഈ ക്യാൻഡിലിൽ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാമായിരുന്നു. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ഇറങ്ങിയത്. കാരണം ഈ രണ്ട് ക്യാൻഡിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ ഇവിടെ ഇറങ്ങി. അതായത് ഏകദേശം 12,400 PE 90 എടുത്തവർക്ക് 135-40 ആയി ഇവിടെ വന്നപ്പോൾ. ഓക്കെ, 130 ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. 40 പോയിന്റ്സ് കിട്ടി ഇവിടുന്ന്. ഓക്കെ, ഇതോടുകൂടി ഈ ഒറ്റ ട്രേഡോടുകൂടി എന്റെ ട്രേഡ് അവസാനിച്ചു. പിന്നെ ഞാനൊരു ട്രേഡ് എടുത്തിട്ടില്ല. കാരണം പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നിട്ടില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഇച്ചിരി പെട്ടെന്ന് ഓടിച്ചുകൂടാം. പിന്നെയാണ് അങ്ങോട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ മോഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു കൺസോൾട്ടേഷൻ ഒരു ചെറിയ റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പം നമുക്ക് അപ്പോൾ ഇനി ഇത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വിട്ടേക്കാം. ഓക്കെ, നമ്മുടെ ഇത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്താ? ഇവിടുന്ന് നമ്മളൊരു പി എടുത്തു, ഇവിടെ നമ്മൾ എക്സിറ്റ് ആയി. ഈ മൂന്നാമത്തെ ക്യാൻഡിൽ നമ്മൾ എക്സിറ്റ് ആയി, അല്ലെ ഇവിടെ എക്സിറ്റ് ഇവിടെ എക്സിറ്റ് ആയിരുന്നു, അല്ലെ ഇവിടെ എക്സിറ്റ് ആയിരുന്നു. 3 ഓപ്പർച്യൂണിറ്റി ആണ്. എവിടെ വേണമെങ്കിലും എങ്ങനെയായാലും പ്രീമിയത്തിനകത്തിൽ ഒരു അറ്റ് ദ മണി എടുത്തവർക്ക് ആണെങ്കിൽ ഏകദേശം 20-25 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോട്ടിൽ ഏകദേശം 2,000-2,250 രൂപ ഒരു ലോട്ടിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ക്രെഡിറ്റ് പറഞ്ഞതല്ല, ബട്ട് നമ്മൾ ആ പ്രൈസ് ആക്ഷൻ ആണ് നമ്മളവിടെ വർക്ക്ഔട്ട് ചെയ്ത്. അപ്പം നമ്മൾ ആ പ്രൈസ് ആക്ഷൻ നോക്കി നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ശരിക്കും വിജയിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പം നമുക്കിനിയും ഇതിന്റെയൊക്കെ ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാര്യം നമ്മൾ ഇനി എപ്പോഴും ഞാൻ ഈ അപ്പുറത്തെ വെയിറ്റേജ് ഉള്ള ചാർട്ടിനോടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ വെയിറ്റേജ് ഉള്ള ചാർട്ടിന്റെ മൂവ്മെന്റ് അനുസരിച്ച്, അതായത് ഇന്ത്യ ഹോട്ടല് ശരിക്കും രാവിലെ മുകളോട്ട് ഈ പോക്ക് മുകളോട്ട് പോയിട്ട് നേരെ സസ്റ്റെയിൻ ചെയ്യാതെ നേരെ തിരിച്ച് താഴോട്ട് പോരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇത് തിരിച്ചു പോകുന്നത്. പിന്നെ രണ്ടെണ്ണം പോസിറ്റീവ്, രണ്ടെണ്ണം നെഗറ്റീവ്. അപ്പോൾ കോമ്പൻസേറ്റീവ് ആയിട്ട് രണ്ടുകൂടെ ന്യൂട്രൽ ആയി പോയിട്ടാണ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് വന്നത്, മാർക്കറ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ലെ പഴയ വീഡിയോകൾ 3 വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇതിലായിട്ടും, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും, എന്തൊക്കെയാണ് പറയുന്നത് ലെവലുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇനി നാളെ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഇന്നത്തെ ലെവലുകളാണ്. ഇപ്പൊ നമുക്ക് നാളെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നാളെ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇതിനകത്താണ്, ഈ ബോക്സിനകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് നമുക്ക് നാളെ ഒരു ഇപ്പൊ ഇത് ഇവിടെ ഒരു ലെവലുകൾക്കൊന്നും ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല. വേണമെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ആയിട്ടുണ്ട്. ഇവിടെ ഇതാ നോക്കണ്ട, ഇവിടെ പല പ്രാവശ്യമായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട്. അപ്പം മാർക്കറ്റ് കുറച്ചുകൂടി ചുരുങ്ങി, നമ്മുടെ റേഞ്ച് കുറച്ചുകൂടി ചുരുങ്ങി ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഒരു ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറ്റും ട്രേഡ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും. താഴോട്ട് വീണാൽ സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. അപ്പം ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താ? ഇതിപ്പം മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഒന്നുകിൽ ഫ്ലാറ്റ് ഓപ്പൺ ആകുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ വന്നിട്ട് തട്ടി തിരിച്ച് താഴോട്ട് വരണം, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ക്ലോസിങ് കിട്ടി മേലോട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ഇവിടം വരെ വന്ന് ഞാൻ വരച്ച് കാണിക്കും. എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ മാർക്കറ്റ് താഴോട്ട് വേണമെങ്കിൽ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു കയറണം. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ല, മാർക്കറ്റ് പൊട്ടി താഴോട്ട് വേണം നോക്കണം. അതനുസരിച്ച് നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാം. ഇതിന് താഴെയാണെങ്കിൽ റെഡ് ക്യാൻഡിൽ 5 മിനിറ്റ് കിട്ടണം, അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ കിട്ടുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ തിരിച്ചും ഇങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് നേരെ തിരിച്ചും ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലെ ഗ്യാപ്പ് അപ്പ് കിട്ടാന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുന്നെങ്കിൽ മാർക്കറ്റ് ഒന്നുകിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, ഈ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ട്രേഡ് എടുക്കാവൂ. എന്നിട്ട് മാത്രമേ ഇവിടുന്ന് ട്രേഡ് എടുക്കാവൂ, ഇങ്ങനെ ട്രേഡ് എടുക്കാവൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ താഴോട്ട് വന്നത് നമ്മൾ ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് കിട്ടി ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്താൽ നോക്കുക. ഇവിടുന്ന് റിവേഴ്സൽ വരുന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കി മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ക്യാൻഡിൽ 5 മിനിറ്റ്സിന് ക്യാൻഡിൽ നോക്കി നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ മുകളോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടുന്ന് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പൊ അന്നേരത്തെ പ്രൈസ് ആക്ഷൻ. പക്ഷേ ഇതാണ് ലെവലുകൾ. ഈ ലെവലുകൾ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഒരു എൻട്രി പരിഗണിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു സപ്പോർട്ടിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഒരു എൻട്രി എടുക്കാവൂ.
ഒരു സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കുക. ഒരിക്കലും ഇടയ്ക്കൂന്ന് പോയി രാവിലെ തന്നെ 9-15 മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ പോയി പിഇഒ സിഇഒ ഒരിക്കൽ പച്ച കണ്ട സിയും ചുവപ്പ് കണ്ടു കഴിഞ്ഞാൽ പി ഒരിക്കലും എടുക്കരുത്. നിങ്ങൾ എപ്പോഴും മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഒന്ന് ശാന്തമാകാൻ ഒന്ന് അതിനൊന്ന് ഒന്ന് പിന്നെ അനുവദിക്കണം. അപ്പം മാർക്കറ്റ് ഒന്നുകിൽ പോയി ഇവിടെ റെസിസ്റ്റൻസ് ആണ്, ഈ റെസിസ്റ്റൻസ് തട്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്ത് മേളിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ വന്ന് തട്ടി തിരിച്ച് മേലോട്ട് കയറും. അപ്പം നമുക്കൊരു സപ്പോർട്ടിനോ റെസിസ്റ്റൻസിനോ മാർക്കറ്റ് വന്ന് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ നമ്മൾ സമാധാനപ്പെട്ടിട്ട് മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പോലും ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു ശുഭ ദിനം ആശംസിക്കുന്നു. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക. പഴയ വീഡിയോകൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് മിഡ് ക്യാപ്പിൽ അതിന്റെ ബേസിക് കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.